الله أكبر الله أكبر لا إله إلا الله. പാത്തോ ഇഞ്ചൊന്നും വൈകിയില്ലേ? അനക്കാൻ എല്ലാം ചെയ്ത് തരുമ്പോ ഈ തരാക്ക വെറുതെ ഞാൻ വേഗം കൊഞ്ചാതെ അരിയിട്ടേ ഇപ്പൊ വരാം. കഴിക്കണം എലിച്ചോടി തുടുതുടു ഇതുടി നമ്മ കൈ കഴിക്കോ. പാത്തോ ഇയാണ് ഓളെ കൊഞ്ചിച്ച് വഷളാക്കണത്. ഓളാണെങ്കി പറഞ്ഞ ഇപ്പൊ ഒന്നും കേൾക്കണില്ല. അതൊന്നും ഒരു കുഴപ്പമില്ല, ഓൾ എൻ്റെ കൂടെ മോളല്ലേ. നിങ്ങളിപ്പോ എവിടുന്ന? ഞങ്ങൾ മലപ്പുറത്തുനിന്നാണ്. എന്നാ മോളെ വിളിക്കാം. മോളെ എന്നാ അത് കൊണ്ടേ കൊടുക്ക് പാത്തു. എനിക്കിപ്പോൾ ഒരു കല്യാണം വേണ്ട താത്ത. നിങ്ങൾ പുതിയ പെരയിൽ പോയി എവിടെ ഉപ്പ ഉമ്മ ഒറ്റയ്ക്കാവില്ലേ? എനിക്കിപ്പോൾ ഒരു കല്യാണം വേണ്ട. ചെല്ല് പാത്തു, പോയി കണ്ടിട്ട് വാ. ചെല്ല് ചെല്ല്. കുട്ടീനെ നമുക്ക് പറ്റിയേക്കണം. ഞങ്ങൾ വീട്ടിൽ പുറക്കാരാണ്ട് പറഞ്ഞുവിടാം. പെട്ടെന്നൊരു നിൽക്കാതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അതുകൊണ്ട് കുറച്ച് സമയം വേണം. നിങ്ങൾ അതൊന്നും ഓർത്തിട്ട് ബേജാറുണ്ടോ പാപ്പാ? ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം. നിങ്ങൾക്കൊന്നും തോന്നരുത്. ഞാൻ കൂടെ പോയാൽ പിന്നെ ഉപ്പാക്കും ഉമ്മക്കും ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ നിക്കാഹിന് താല്പര്യമില്ല.
നിങ്ങൾ ഫാത്തിമയുടെ ആരാണ്? ഞാൻ ആങ്ങളെയാണ്, ഇതെൻ്റെ വൈഫാണ്. ഓക്കെ. ഫാത്തിമക്ക് നിങ്ങൾ മുന്നേ കാണിച്ച ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ക്യാൻസർ തന്നെയാണ്. മാത്രമല്ല ഇത് ലാസ്റ്റ് സ്റ്റേജും ആണ്. ഇനി ഇത് മാറില്ലേ മാഡം? ഇതിപ്പോൾ ശരീരം മൊത്തം പടർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഇനി സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. പാത്തു, ഇതാണ് നമ്മുടെ പുതിയ സിസ്റ്റർ അശ്വതി. ഇനി ഇവരാ നമ്മുടെ കൂടെ വരിക. അപ്പോൾ നമ്മുടെ പഴയ സിസ്റ്ററോ? സിസ്റ്റർ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. ഇനി മുതൽ ഞാനാണ് കേട്ടോ. ആർക്കാ അസുഖം? എന്നെ സിസ്റ്ററെ? ആ കണ്ടാ പറയില്ലല്ലോ. എന്താ അസുഖം പറയൂ. ഓള് കഴിഞ്ഞാലൊന്ന് വീണതാ സിസ്റ്ററെ. അന്ന് അതൊക്കെ കൊണ്ടേ കാണിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേദന വരുമ്പോൾ ആശുപത്രി കൊണ്ടുപോയി കാണിക്കും. അപ്പോൾ വേദനയ്ക്കുള്ള മരുന്ന് കുടിക്കും. വേറെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഈ വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കുറേ പ്രാവശ്യമായപ്പോൾ ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് എഴുതി. എന്നിട്ടോ? അവിടുന്ന് സിസ്റ്ററെ ഓളുടെ സൂക്കേട് അറിഞ്ഞത്. പിന്നെ മാസം മെഡിക്കൽ കോളേജിലേക്ക് പോയിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഇനി ഇവിടെ അടുത്തുള്ള ആശുപത്രി കാണിച്ചാൽ മതി. ശരി, മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കഴിക്കണം കേട്ടോ. ഞങ്ങൾ എല്ലാ മാസവും വന്ന് കണ്ടോളാം. ഒക്കെ ശരിയാവും കേട്ടോ. എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. എന്നാ നമുക്കിറങ്ങിയാലോ? എന്നാ ശരി ഫാത്തിമ. അല്ല സിസ്റ്ററെ, നിങ്ങൾക്കറിയോ മുന്നേ ഞാൻ ഈ നാടായ നാടൊക്കെ പാഞ്ഞ് നടന്നിരുന്ന. ഈ സൂക്കേട് പിടിച്ചേ പിന്നെ നിങ്ങളുടെ ആശുപത്രി അല്ലാതെ ഞാൻ വേറെ എവിടെയും പോയിട്ടില്ല. നിനക്കിപ്പോൾ എങ്ങോട്ടാ പോണ്ടേ? ഞാൻ കൊണ്ടുപോകാലോ. എനിക്ക് എങ്ങോട്ടും പോകണ്ട എൻ്റെ ചേച്ചി. എനിക്ക് നമ്മുടെ പോയതിൻ്റെ അവിടെ വരെ പോയാൽ മതി. അതിനെന്താ, നമുക്ക് പോവാലോ. ഈ വേദനയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് പോരെ? എന്തു പറ്റി? എനിക്ക് സൂക്കേട് വരണ കയ്യാ. ആണോ? എന്നാ ശരി പാത്ത്, ഞങ്ങൾ സിസ്റ്ററെ കൊണ്ടുപോ നിങ്ങൾ എന്നെ. ഡ്യൂട്ടി ഇല്ലാത്തൊരു ദിവസം നോക്കിയിട്ട് ഇറങ്ങാം കേട്ടോ. ഇന്നിപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ, കുറച്ച് പേരെയും കൂടി കാണാനുണ്ട്.
പാത്തു, എന്തേ പാത്തു, നീ ഇന്നലെ എല്ലാരെയും പേടിപ്പിച്ചു പറയുന്ന കേട്ടല്ലോ, എന്തു പറ്റി പറയേ? ബേജാറായി ചേച്ചി. പടച്ചോനെ വിളിച്ചിട്ടാ ഈ നേരം വരെ ഇരുന്നത്. ഓളപ്പോഴും ബേബി ചേച്ചിയും സിസ്റ്ററേയും കണ്ട മാറുന്ന പറഞ്ഞത്. നിങ്ങളൊന്ന് നോക്കി. ആണോ പാത്തു? നമുക്ക് വേദന മാറാൻ ഒരു ഡ്രിപ്പ് ഇട്ടാലോ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, വേദനയോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഡ്രിപ്പ് ഇട്ടോളൂ, എപ്പോൾ വിളിച്ചാലും വന്നോളൂ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നിങ്ങോട്ട് നിൽക്കൂ. ഡ്രിപ്പിടുണ്ട് കേട്ടോ. ഇപ്പം തൽക്കാലം വേദനയ്ക്ക് കുറവുണ്ടോ? ഇത് കഴിയാറാകുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വരാം. സുഹറ, ഇനിയിപ്പോൾ എന്തുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടെന്ന് സാറ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ, എപ്പോഴായാലും വരാം കേട്ടോ. അല്ല, എന്താ ഇപ്പം ഇങ്ങനെ കിടത്തിയിരിക്കണേ? വെള്ളമൊക്കെ കൊടുത്തോ? ഒരാൾ യാസീനോ ഇതിങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? പറ്റുന്നവരാരെങ്കിലൊക്കെ അത് ചെയ്യണ്ടേ? അതെ, നിങ്ങളൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങുമോ? നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് പുറത്തിറങ്ങിക്കാൻ എല്ലാവരും, ഞങ്ങളൊന്ന് നോക്കട്ടെ. ഉപ്പ, നമുക്ക് കുറച്ചു നേരം ഇവിടെ നോക്കാം, എന്നിട്ട് ഡോക്ടറെ വിളിക്കാം. ഞങ്ങൾ പുറത്തുണ്ട് കേട്ടോ.